ആധുനിക ജീവിതത്തിൽ ഒട്ടും ഒഴിച്ചുകൂടാനാകാത്ത വസ്തുക്കളാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. സ്മാർട്ട് ഫോണുകൾ മുതൽ പവർ ബാങ്കുകൾ വരെ നാം യാത്ര ചെയ്യുമ്പോൾ പോലും ഇവ കൈവിടാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഈ സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾക്കപ്പുറം ആകാശയാത്രയിൽ ഇവ വലിയ സുരക്ഷാ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിമാനത്തിനുള്ളിൽ ലിഥിയം അയൺ ബാറ്ററികൾ അമിതമായി ചൂടാകുന്നതും തുടർന്നുണ്ടാകുന്ന തീപിടുത്തങ്ങളും ആഗോള വ്യോമയാന മേഖലയെ വലിയ ആശങ്കയിലാണ് ആഴ്ത്തിയിരിക്കുന്നത്. വിമാനത്തിനുള്ളിൽ അടഞ്ഞ അന്തരീക്ഷത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായാലുള്ള ഭവിഷ്യത്ത് ഊഹിക്കാവുന്നതിനുമപ്പുറമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ലോകമെമ്പാടുമുള്ള വിമാന കമ്പനികൾ, പ്രത്യേകിച്ച് UAE ആസ്ഥാനമായുള്ള പ്രമുഖ എയർലൈനുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിൽ കർശനമായ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ലിഥിയം അയൺ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. ഇവയുടെ ഉയർന്ന ഊർജ്ജ സാന്ദ്രതയാണ് മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, പവർ ബാങ്കുകൾ എന്നിവയ്ക്ക് മണിക്കൂറുകളോളം പ്രവർത്തിക്കാനുള്ള ശേഷി നൽകുന്നത്. എങ്കിലും ഈ ഉയർന്ന ഊർജ്ജ സാന്ദ്രത തന്നെയാണ് ഇവയെ അപകടകാരികളാക്കുന്നതും. ഷോർട്ട് സർക്യൂട്ടോ അമിതമായ ചാർജ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബാഹ്യമായ കേടുപാടുകളോ ഉണ്ടായാൽ ബാറ്ററിക്കുള്ളിൽ തെർമൽ റൺവേ എന്ന പ്രതിഭാസം സംഭവിക്കാം. ഇത് വളരെ വേഗത്തിൽ താപനില വർദ്ധിക്കാനും കാരണമാകും. ഈ താപനിലയുടെ അനിയന്ത്രിതമായ വർധനവ് ഒരു ചെയിൻ റിയാക്ഷന് കാരണമാവുകയും കുറഞ്ഞ സമയം കൊണ്ട് തീപിടുത്തത്തിലേക്കോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്കോ നയിക്കുകയും ചെയ്യുന്നു. വിമാനത്തിൻ്റെ കാർഗോ ഹോളിൽ, അതായത് നമ്മൾ ചെക്ക് ഇൻ ലഗേജ് വയ്ക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ അത് കണ്ടെത്താനും അണയ്ക്കാനും ക്യാബിനകത്ത് ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ്. ഇതുകൊണ്ടാണ് ഈ ഉപകരണങ്ങൾ ക്യാബിൻ ബാഗേജിൽ മാത്രം അനുവദിക്കുന്നത്. ഈ അപകടത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്ന 2 ഉദാഹരണങ്ങളാണ് സമീപകാലത്ത് ഉണ്ടായത്. മെൽബൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കോണ്ടാസ് ബിസിനസ് ലോഞ്ചിൽ ഒരു പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് 150 യാത്രക്കാരെ ഒഴിപ്പിക്കേണ്ടി വന്നു. പോക്കറ്റിൽ വെച്ചിരുന്ന പവർ ബാങ്ക് ആളിക്കത്തി ഉടമയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. അതുപോലെ എയർ ചൈന വിമാനത്തിൽ ഓവർഹെഡ് കമ്പാർട്ട്മെൻറ്റിൽ വെച്ച ലിഥിയം ബാറ്ററിയാണ് തീപിടുത്തത്തിന് കാരണമായത്. ഇത് വിമാനം അടിയന്തരമായി നിലത്തിറക്കാൻ കാരണമാവുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്ന് തെളിയിക്കുന്നു. UAE ആസ്ഥാനമായുള്ള എമിറേറ്റ്സ്, ഇത്തിഹാദ്, അതുപോലെ ഫ്ലൈ ദുബായ് തുടങ്ങിയ പ്രധാന വിമാന കമ്പനികൾ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ലിഥിയം അയൺ ബാറ്ററികളുള്ള ഉപകരണങ്ങൾ ചെക്ക് ഇൻ ബാഗേജിൽ കൊണ്ടുപോകുന്നതിനുള്ള നിബന്ധനകളാണ്. ബാറ്ററികൾ അമിതമായി ചൂടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് മിക്കവാറും എല്ലാ പവർ ബാങ്കുകളും അധിക ബാറ്ററികളും ക്യാബിൻ ബാഗേജിൽ, അതായത് നമ്മൾ കൈവശം വയ്ക്കുന്ന ബാഗേജിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. തീപിടുത്തമുണ്ടായാൽ ഉടൻ പ്രതികരിക്കാൻ സാധിക്കും എന്നതിനാലാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ക്യാബിൻ ബാഗേജിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുന്നത്. തീ അണയ്ക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ക്യാബിനിൽ ലഭ്യമാണ്. കൂടാതെ ജീവനക്കാർക്ക് പെട്ടെന്ന് നടപടിയെടുക്കാനും സാധിക്കും. എന്നാൽ ചെക്ക് ഇൻ ബാഗേജിൽ തീപിടുത്തമുണ്ടായാൽ അത് കണ്ടെത്താനും നിയന്ത്രിക്കാനും ഏറെ പ്രയാസമാണ്. ഇത് വിമാനത്തിന് തന്നെ അപകടകരമാകും. ഇതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്ന പവർ ബാങ്കുകൾ ചെക്ക് ഇൻ ബാഗേജിൽ കൊണ്ടുപോകുന്നതാണ് കർശനമായി നിരോധിച്ചിരിക്കുന്നത്. എല്ലാ പവർ ബാങ്കുകളും തീർച്ചയായും ക്യാബിൻ ബാഗേജിൽ മാത്രമേ പാടുള്ളൂ. കൂടാതെ 2025 ഒക്ടോബർ 1 മുതൽ നിലവിൽ വന്ന പുതിയ നിയമമനുസരിച്ച് എമിറേറ്റ്സ് വിമാനങ്ങളിൽ വെച്ച് പവർ ബാങ്കുകൾ ഉപയോഗിച്ച് മറ്റുപകരണങ്ങൾ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ പവർ സോക്കറ്റ് ഉപയോഗിച്ച് പവർ ബാങ്ക് തന്നെ ചാർജ് ചെയ്യാനോ പാടുള്ളതല്ല. തീപിടുത്തമുണ്ടായാൽ എയർ ക്രൂവിന് പെട്ടെന്ന് പ്രതികരിക്കാൻ വേണ്ടി പവർ ബാങ്കുകൾ ഓവർഹെഡ് ബിന്നിൽ വയ്ക്കാതെ സീറ്റിൻ്റെ പോക്കറ്റിലോ മുന്നിലെ സീറ്റിനടിയിലുള്ള ബാഗിലോ എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്ന രീതിയിൽ വയ്ക്കണം. ശ്രദ്ധേയമായി ഓരോ യാത്രക്കാരനും 100 വാട്ട് അവർ ശേഷിയുള്ള ഒരു പവർ ബാങ്ക് മാത്രമേ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ. അതിൻ്റെ ശേഷി വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ബ്ലൂടൂത്ത് ഇയർഫോണുകൾ പോലെയുള്ള വയർലെസ് ഇയർഫോണുകളും അവയുടെ ചാർജിംഗ് കേസുകളും പലപ്പോഴും ചെറിയ പവർ ബാങ്കുകൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇവയ്ക്ക് തെർമൽ റൺവേ ഉണ്ടാക്കാനുള്ള സാധ്യതയും പലപ്പോഴും ഓഫ് ആകാതെ ആക്റ്റീവായി തുടരാനുള്ള സാധ്യതയും ഉള്ളതിനാൽ മിക്ക എയർലൈനുകളും ഇവ ചെക്ക് ഇൻ ബാഗേജിൽ കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുന്നു. ഡ്രോണുകൾ കൊണ്ടുപോകുമ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ഇത്തിഹാദ്, ഫ്ലൈ ദുബായ് എയർലൈനുകൾ ഡ്രോണുകൾ ചെക്ക് ഇൻ ബാഗേജായി അനുവദിക്കുമ്പോൾ എമിറേറ്റ്സും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് അനുവദിക്കുന്നുണ്ട്. ഡ്രോണിലെ ലിഥിയം ബാറ്ററി മാറ്റാൻ കഴിയുന്നതായിരിക്കണം. ബാറ്ററി ഡ്രോണിനുള്ളിൽ ഉറപ്പിച്ച നിലയിലാണെങ്കിൽ പോലും അതിൻ്റെ WH റേറ്റിംഗ് 160 WH കൂടാൻ പാടില്ല. യാത്രയിൽ പരമാവധി 2 സ്പെയർ ബാറ്ററികൾ മാത്രമേ ക്യാബിൻ ബാഗേജിൽ അനുവദിക്കുകയുള്ളൂ. ഇവ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം സംരക്ഷിക്കുകയും വേണം. സിഗരറ്റുകൾ, അതുപോലെയുള്ള സമാനമായ ഉപകരണങ്ങൾ എന്നിവ ചെക്ക് ഇൻ ലഗേജിൽ നിന്ന് പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. ഇവ തീർച്ചയായും ക്യാബിൻ ബാഗേജിൽ കൊണ്ടുപോകേണ്ടതാണ്. എന്നിരുന്നാലും വിമാനത്തിനുള്ളിൽ വെച്ച് ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതോ ചാർജ് ചെയ്യുന്നതോ കർശനമായി നിരോധിച്ചിരിക്കുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് മോട്ടോറൈസ്ഡ് വ്യക്തിഗത വാഹനങ്ങൾ പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. ഹോവർ ബോർഡുകൾ, മിനി സെഗ്വേകൾ, മോട്ടോറൈസ്ഡ് സ്കൂട്ടറുകൾ എന്നിവ അവയുടെ വലിയ ലിഥിയം ബാറ്ററികൾ കാരണം ചെക്ക് ഇൻ ലഗേജിലും ക്യാബിൻ ബാഗേജിലും ഒരു കാരണവശാലും അനുവദിക്കില്ല.
സ്മാർട്ട് ബാഗുകളുടെ കാര്യത്തിൽ ബാറ്ററി ഊരിയെടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അവ അനുവദിക്കൂ. ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ബാറ്ററി ഊരിയെടുത്ത് ക്യാബിൻ ബാഗേജിൽ വെച്ചിരിക്കണം. ഇതിഹാദ് എയർവേസ് വഴി യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം തിരിച്ചു വിളിച്ച ചില പഴയ മോഡൽ ആപ്പിൾ മാക്ബുക്ക് പ്രോ ലാപ്ടോപ്പുകൾ ചെക്ക് ഇൻ ലഗേജിൽ അനുവദിക്കില്ല. ഇവ ക്യാബിൻ ബാഗേജായി കൊണ്ടുപോകാമെങ്കിലും വിമാനത്തിലുടനീളം അത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം. കൂടാതെ ചാർജ് ചെയ്യാനും പാടില്ല. ദുബായ് എയർപോർട്ട് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു യാത്രക്കാരൻ്റെ ലഗേജിൽ പാക്ക് ചെയ്യാൻ കഴിയുന്ന മൊബൈൽ ഫോണുകളുടെ എണ്ണം പരമാവധി 15 ആണ്. ഈ പരിധിയിൽ യാത്രക്കാരൻ വ്യക്തിപരമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഉപകരണം ഉൾപ്പെടുന്നില്ല. പാക്ക് ചെയ്യുന്ന മറ്റ് ഫോണുകൾ നിർമ്മാതാവിൻ്റെ യഥാർത്ഥ പാക്കേജിങ്ങിൽ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഈ നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം അധികമായി കൊണ്ടുപോകുന്ന ഉപകരണങ്ങൾ വിമാനത്താവള അധികൃതർക്ക് കണ്ടുകെട്ടാൻ അധികാരമുണ്ട്. ഈ സുരക്ഷാ നിയമങ്ങൾ ഓരോ എയർലൈനിനും വിമാനത്താവളത്തിനും അനുസരിച്ച് മാറാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എമിറേറ്റ്സ് പോലെയുള്ള വിമാന കമ്പനികൾ ഒരു യാത്രക്കാരന് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തിഗത ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ എണ്ണം പരമാവധി 15 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം വേർതിരിച്ച് പാക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉപകരണങ്ങളുടെയും പവർ ബാങ്കുകളുടെയും വാട്ടവർ റേറ്റിംഗ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് യാത്രക്കാരൻ ഉറപ്പുവരുത്തണം. കാരണം ഈ വിവരങ്ങൾ മായ്ച്ചു കളഞ്ഞാൽ എയർപോർട്ട് അധികൃതർക്ക് ഇവ കൊണ്ടുപോകുന്നത് നിഷേധിക്കാനുള്ള അധികാരമുണ്ടെന്ന് നമ്മൾ ഓർക്കണം. കൂടാതെ ഹൈഡ്രോ കാർബൺ ഗ്യാസ് അടങ്ങിയ ഒരു ഹെയർ സ്റ്റൈലിംഗ് ഉപകരണം മാത്രമേ അനുവദിക്കൂ. ഇതിൻ്റെ സേഫ്റ്റി കവർ ഹീറ്റിംഗ് എലമെൻറ്റിൽ ഉറപ്പിച്ചിരിക്കണം. വിമാനത്തിനുള്ളിൽ ഇവ ഉപയോഗിക്കാനും പാടുള്ളതല്ല. ഇത്തരം ഉപകരണങ്ങൾക്കുള്ള ഗ്യാസ് റീഫില്ലുകൾ ചെക്ക് ഇൻ ബാഗേജിലോ ക്യാബിൻ ബാഗേജിലോ അനുവദനീയമല്ല. ഈ നിയമങ്ങൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ളവയല്ല, മറിച്ച് എല്ലാവരുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ളതാണ്. നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ വിമാനത്താവളങ്ങളിൽ വെച്ച് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുന്നതിനോ യാത്രാ തടസ്സങ്ങൾക്കോ കാരണമായേക്കാം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ നാം ആസ്വദിക്കുമ്പോൾ അതിൻ്റെ സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. ലോകമെമ്പാടുമുള്ള വ്യോമയാന വ്യവസായം യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളെക്കുറിച്ചിട്ടുള്ള പുതിയ നിയമങ്ങൾ നിരന്തരം പരിഷ്കരിക്കുന്നത്. ഈ കർശനമായ നിയമങ്ങൾ യാത്രക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. എങ്കിലും അപ്രതീക്ഷിതമായ ഒരു അഗ്നിബാധയുടെ ഭവിഷ്യത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മുൻകരുതലുകൾ അത്യന്താപേക്ഷിതമാണ്. അതിനാൽ ഓരോ യാത്രക്കാരനും ഈ നിയമങ്ങൾ പാലിക്കുകയും സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ അടുത്ത UAE യാത്രയ്ക്ക് മുമ്പ് നിങ്ങൾ യാത്ര ചെയ്യുന്ന എയർലൈനിൻ്റെ വെബ്സൈറ്റിൽ കയറി ഈ നിയമങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു യാത്രികനായി നിങ്ങളുടെ ശ്രദ്ധയും സഹകരണവും വഴി കൂടുതൽ സുരക്ഷിതമായ ഒരു ആകാശമാർഗം ഉറപ്പാക്കുക.